സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം, വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിനായിട്ട് ഞാൻ 300 ഗ്രാം ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ആ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഉപ്പ് വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്, 1 ടീസ്പൂൺ മുളക് പൊടി, പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഞാൻ മുളക് പൊടി വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് 2 തക്കാളി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. 2 പഴുത്ത നല്ല തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്, അത് അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ജാറ് കഴുകിയിട്ടൊരു ശകലം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെള്ളത്തിലാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്, വേറെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു സ്പൂണ് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കഴുകി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വേവട്ടെ. വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. അപ്പോൾ അത് ഏതാണ്ടൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഇനി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പം അതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം.
അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരു അര സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ശകലം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായമൊക്കെ പറയുക. ചപ്പാത്തിക്കും ചോറിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്നൊരു റോസ്റ്റാണ്. താങ്ക് യു.